പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്ന ഡി.എസ്. ഇറേ ഭ്രമയുഗം ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനേക്കാൾ ഞെട്ടിക്കുന്ന ഐറ്റമാണ് ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലാറ്റിൻ പ്രയോഗമായ ഡി.എസ്. ഇറേ അർത്ഥമാക്കുന്നത് ദ ഡേ ഓഫ് റാത്ത് അഥവാ ഉഗ്രകോപത്തിൻ്റെ ദിനം എന്നാണ്. 13-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ ചരമബലി പ്രാർത്ഥനകളിൽ കണ്ടുവന്നിരുന്ന ലാറ്റിൻ സങ്കീർത്തനത്തിലെ വരികളിൽ നിന്നും വന്നതാണ് ഈ പ്രയോഗം. ലോകാവസാനവും ദൈവസന്നിധിയിൽ മനുഷ്യാത്മാക്കളെ വിധിനിർണയത്തിന് വിധേയമാക്കുന്ന ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന അന്ത്യവിധിയെയും ഡി.എസ്. ഇറേ കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. ഈ അന്ത്യദിനത്തിൽ ഡിവൈൻ ആങ്കർ അല്ലെങ്കിൽ ഗോഡ്സ് ഫ്യൂറി എന്ന ദൈവകോപത്തിൻ്റെ കീഴിൽ പാപമുക്തി നേടുന്ന മനുഷ്യാത്മാക്കളെ കാണാമെന്നും ക്രിസ്ത്യൻ മിത്തോളജി പറയുന്നു. ഒരേ സമയം ഭയപ്പെടുത്തുന്നതും എന്നാൽ പാപമുക്തമാക്കപ്പെടുന്നതുമായ നിമിഷം. ദൈവസന്നിധിയിൽ എല്ലാ ആത്മാക്കളെയും ദൈവം നിയോഗിക്കുന്ന ഒരാൾ ആത്മാക്കളുടെ അവരുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ നന്മയും തിന്മയും അളന്ന് പാകപ്പെടുത്തി സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അയക്കുന്നു. ക്രിസ്ത്യൻ മിത്തോളജിയിൽ ഈ ദൈവം നിയോഗിക്കുന്ന ദൈവദൂതൻ സെൻറ്റ് മൈക്കിളാണ്. ഇതെല്ലാം കാണുന്ന ദൈവത്തിനു ചുറ്റും അപ്പോക്കാലിപ്സ് അഥവാ സമ്പൂർണ്ണ നാശം വിതയ്ക്കുന്ന ദിവസത്തെ സൂചിപ്പിക്കാൻ കാഹളങ്ങൾ മുഴക്കി മാലാഖമാരും ഉണ്ടാകും. ഡി.എസ്. ഇറയെക്കുറിച്ച് ഇതെല്ലാം പറയാൻ കാരണം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനേക്കാൾ കൂടുതലും ഡാർക്ക് ബ്രൗൺ, സെപ്പിയ, ഒക്രെ, ഗോൾഡ് കളർ ടോണാണ് പോസ്റ്ററിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള കളർ ടോണുകൾ അപ്പോക്കാലിപ്റ്റിക് ആർട്ടുകളിൽ നരകത്തെയും അധോലോകത്തെയും ഒക്കെ കാണിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സെൻറ്ററിൽ കാണുന്ന നിഗൂഢമായ വെളിച്ചം നവോത്ഥാന കാലഘട്ടം മുതലേ തന്നെ കണ്ടുവരുന്ന ഒരു കോമൺ ടെക്നിക്കിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഉദ്ദേശം ചിത്രം കാണുന്ന ആളിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക എന്നതാണ്. അത് സ്പിരിച്വലായതോ ഇൻഫേണൽ അഥവാ പൈശാചികമായതോ ആയ വെളിച്ചമാണ്. ക്യാറോസ്ക്യൂറോ എന്നൊരു പെയിൻറ്റിംഗ് ടെക്നിക്കുണ്ട്. ഒരു പെയിൻറ്റിങ്ങിലെ ഇരുണ്ടതും വെളിച്ചമുള്ളതുമായ ഭാഗങ്ങളെ വളരെ നാടകീയമായി സ്ട്രോങ് കോൺട്രാസ്റ്റ് കൊണ്ട് വേർതിരിക്കുക എന്നത്. ഇത് കാഴ്ചക്കാരന് ഒരു 3 ഡയമെൻഷണൽ എക്സ്പീരിയൻസ് തരും. ചിത്രം കൂടുതൽ ആകർഷിക്കപ്പെടും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പെയിൻറ്റിംഗ് സ്റ്റൈൽ അതാണ്. കണ്ണിൽ നിന്നും കുറച്ച് അകലെയായി ഫോൺ പിടിച്ച് ഈ പോസ്റ്ററിലേക്കൊന്ന് നോക്കിയാൽ ചുറ്റുമുള്ള ആളുകൾ ഓരോ പാളികളായി നിലകൊണ്ട് ചിത്രം നമ്മളെ നയിക്കുന്നത് ആ സെൻട്രൽ ഫിഗറിലേക്കാണെന്ന് വ്യക്തമാവും. ആ സെൻട്രൽ ഫിഗറിൻ്റെ ചുറ്റും ഇരുണ്ട ആകാശത്തു നിന്നുള്ള വെളിച്ചവും മെഴുകുതിരി വെളിച്ചവും നിലവിളക്കിൽ നിന്നുള്ള പ്രകാശവും കൂടി അതിനെ ഒരു ദൈവികമായതോ അല്ലെങ്കിൽ വിധികർത്താവായിട്ടോ ആണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൽ മോഡേൺ വേഷം ധരിച്ചിരിക്കുന്ന എന്നാൽ കാലിൽ ചിലങ്കകൾ അണിഞ്ഞിരിക്കുന്ന സ്ത്രീ. ഇതൊരു പക്ഷേ ആധുനിക ലോകത്തിനും പൗരാണിക കാഴ്ചപ്പാടുകൾക്കും ഇടയിൽ പെട്ടുപോയൊരു സ്ത്രീയെ കാണിക്കുന്നതാവാം. അവരൊരു നീതിന്യായ സിംഹാസനത്തിലിരിക്കുന്നു. 2 വശങ്ങളിലും ഒരുപാട് കത്തി ഉരുകിയൊലിച്ച മെഴുകുതിരികൾ. കാലുകൾ നിലത്ത് മുട്ടിയിട്ടില്ല. കാൽച്ചുവട്ടിൽ വലതുവശത്തായി മരണത്തെയും ത്യാഗത്തെയും വിലാപത്തെയും പ്രതിനിധീകരിച്ച് ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു കിണ്ടിയും വാഴയിലയിൽ ബലിച്ചോറും. ഇടതുവശത്തായി ദൈവപ്രീതിക്കായി തിരികത്തുന്ന നിലവിളക്കും സുഗന്ധം പരത്തുന്ന ചന്ദനത്തിരിയും പൂക്കളും പഴങ്ങളും. കാൽച്ചുവട്ടിലെ ഈ പരസ്പര വിരുദ്ധമായ വസ്തുക്കൾ ഒരേ സമയം ദൈവതുല്യമായതിനെയും എന്നാൽ ത്യാഗം ചെയ്യപ്പെട്ടതിനെയും കാണിക്കുന്നതാവാം. കുറച്ചുകൂടി ഭംഗിയായി പറഞ്ഞാൽ ശിക്ഷ വിധിക്കപ്പെട്ടതും അവരെ ആയിരിക്കാം, എന്നാൽ തിരിച്ചറിയപ്പെടാതെ പോയ ഇരയും അവർ ആയിരുന്നിരിക്കാം. ജുഡൈസം അനുസരിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണമാണ് പുറകിൽ കാണുന്ന 6 പോയിൻറ്റഡ് സ്റ്റാർ. സ്റ്റാർ ഓഫ് ഡേവിഡ് എന്നും ഹെക്സാഗ്രാം എന്നും അറിയപ്പെടുന്ന 2 സമഭുജ ത്രികോണങ്ങൾ ചേർന്ന ഈ ചിഹ്നത്തിൽ മുകളിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ത്രികോണം തീയെയും പൗരുഷത്തെയും ദൈവികമായതിനെയും സൂചിപ്പിക്കുമ്പോൾ താഴേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് വെള്ളത്തെയും സ്ത്രീത്വത്തെയും ഭൂമിയെയുമാണ് സൂചിപ്പിക്കുന്നത്. ആ സ്ത്രീ ഒഴികെ എല്ലാവരും ചിത്രത്തിൽ നഗ്നരാണ്, പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന നഗ്നരൂപങ്ങൾ. റിനൈസൻസ് പീരീഡ് അഥവാ നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പെയിൻറ്റിങ്ങുകളിൽ ഡൈനാമിക് ഹ്യൂമൻ ഫോംസ് ഒരുപാട് കാണാൻ കഴിയും. അതായത് പെയിൻറ്റിങ്ങിലെ രൂപങ്ങൾക്ക് മിക്കപ്പോഴും അവരുടെ ആന്തരിക വൈകാരിക ഭാവം കൊടുത്തിട്ടുണ്ടാവും, അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ്. ഇവിടെ സെൻട്രൽ ഫിഗറിന് ചുറ്റുമുള്ള എല്ലാവരിലും അസഹ്യമായ വേദനയിൽ പൊളയുന്ന ഭാവമാണ്, ഒരാളിൽ ഒഴികെ. ഏറ്റവും താഴെയായി കാണുന്ന ആ ഒരു മനുഷ്യനിൽ ഒഴികെ. പ്രണവ് മോഹൻലാലിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണത്. ഈ പെയിൻറ്റിങ്ങിൽ ആ ഒരു മനുഷ്യനൊഴികെ ബാക്കി എല്ലാവരും വേദന കൊണ്ട് പുളയുക മാത്രമല്ല, അവരെല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമാണ്. കൂടാതെ അവരാരും ആ സ്ത്രീയുടെ നേരെ നോക്കുന്നുപോലുമില്ല. എന്നാൽ വലത്തേ അറ്റത്തെ മനുഷ്യൻ, അയാളിൽ വേദനയല്ല വികാരം. അയാൾ അടുത്ത ആജ്ഞയ്ക്കായി കാത്തിരിക്കുന്നത് പോലുണ്ട്. അയാളുടെ കയ്യിൽ ചോര പുരണ്ട ഒരു കത്തിയുണ്ട്. ക്രിസ്ത്യാനിറ്റിയിലെ ദൈവത്തിൻ്റെ ഇച്ഛയോടുകൂടി നീതി നടപ്പാക്കുന്ന സെൻറ്റ് മൈക്കിളിനെ പോലെ ആ ചിലങ്കയണിഞ്ഞ സ്ത്രീയുടെ കൽപ്പനയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ആഗ്രഹത്തിനനുസരിച്ച് നീതി നടപ്പാക്കുന്ന ദൂതനാണ് അയാൾ. അന്ത്യദിനത്തിൽ സംഗീതോപകരണങ്ങൾ വായിക്കുന്ന മാലാഖമാരുടെ പ്രതീകങ്ങളും ഇവിടെ കാണാം. എന്നാൽ അവരുടെ ഭാവവും വേദനയാണ്. വിധി നിർണ്ണയിക്കപ്പെട്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. ഒരു സ്ത്രീക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്ന പുരുഷന്മാർ. 2 മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ട്രംപറ്റും വയലിനും. ഇത് രണ്ടും ഡെലിബറേറ്റ് ചോയ്സസ് ആണ്. ഡേ ഓഫ് ജഡ്ജ്മെൻറ്റിലെ അവസാനത്തെ കാഹളം എന്നൊരർത്ഥത്തിൽ അന്ത്യദിനത്തിൽ കേൾക്കുന്ന
ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ പാപങ്ങളെ വിളിച്ചോതുന്ന ശബ്ദവുമായി നവോത്ഥാന കാലഘട്ടത്തിൽ ട്രംപറ്റിനെ കൺസിഡർ ചെയ്യാറുണ്ട്. ഇവിടെ ട്രംപറ്റ് ആ സെൻട്രൽ ഫിഗറിൻ്റെ വിധികളെ അനൗൺസ് ചെയ്യുക എന്ന പ്രതീകമാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഉപകരണം വയലിൻ ആണെന്ന് തോന്നുന്നു. വയലിൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോർണിംഗ് അഥവാ വിലാപത്തെയും ഇന്നർ സഫറിങ്ങിനെയുമാണ്. വയലിൻ്റെ ഇമോഷണൽ റേഞ്ചും എക്സ്പ്രസീവ് ടോണും മനുഷ്യരുടെ ദുഃഖത്തെയും നിലവിളിയെയും ഒപ്പം ചില ആചാരങ്ങളിൽ ഫ്യൂണറൽ മ്യൂസിക്കായും സൂചിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ ഇവിടെ വയലിൻ ഉപയോഗിച്ചിരിക്കുന്നത് ആ സ്ത്രീയുടെ ത്യാഗമായിരിക്കാം, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആത്മാക്കളുടെ അന്ത്യഗാനവുമായിരിക്കാം. DS ഇറേ ഒരു സ്പിരിച്വൽ ഹൊറർ ത്രില്ലർ ആവാനുള്ള സാധ്യതകൾ ഈ പോസ്റ്ററിലുണ്ട്. ഒരാളാൽ ആരാധിക്കപ്പെടുകയോ അയാൾ വഴി പക വീട്ടുകയോ അതുവഴി കർമ്മഫലങ്ങൾ പാപം ചെയ്തവരിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്ന ഒരുപാട് പേരുടെ ഇരയാക്കപ്പെടുകയും ചെയ്ത ഒരു സ്ത്രീയെ ചുറ്റിപ്പറ്റിയുള്ള കഥയാവാം. ഒരു സൈക്കോളജിക്കൽ മിത്തിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കഥ. ഇതൊരു പോസ്റ്റർ ഡീകോഡിംഗ് വീഡിയോ ആയി മാത്രം കാണുക. ഇതിൽ എനിക്ക് തോന്നിയ കാഴ്ചപ്പാടുകളും ആശയങ്ങളും കൂട്ടിയിണക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് പങ്കുവയ്ക്കൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.